പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡ് തകർന്നു വീഴാറായിട്ടും മുനിസിപ്പൽ അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ പ്രതിഷേധമുയരുന്നു. ചക്കാമ്പുഴ, രാമപുരം, ഏഴാച്ചേരി, വലവൂർ, ഉഴവൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ ബസ് കാത്തിരിക്കുന്നത് ഈ വെയിറ്റിംഗ് ഷെഡിലാണ്. വെയിറ്റിംഗ് ഷെഡിന്റെ തൂണുകൾ എല്ലാം തന്നെ തുരുമ്പ് പിടിച്ച് ഒടിഞ്ഞിരിക്കുകയാണ്. മേൽക്കൂരയിലെ ഷീറ്റുകളും തകർന്ന നിലയിലാണ്. ചോർന്നൊലിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് തകർന്നു വീഴുന്നതുവരെ കാത്തിരിക്കാതെ പുനർനിർമ്മാണം നടത്തണമെന്ന് പാലാ പൗരാവകാശ സമിതി ആവശ്യപ്പെട്ടു. പാലാ ടൗൺ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള രാമപുരം ഉഴവൂർ ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഷെഡാണ്. ആ വെയിറ്റിംഗ് ഷെഡ് എപ്പോഴാ താഴെ വീണ് എലിക്കണി വെച്ച പോലെയാണ് ഇപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവസ്ഥ. അതായത് ഓരോ തൂണും തുരുമ്പിച്ച് ഒടിഞ്ഞു വീഴാറായ അവസ്ഥ നിൽക്കുക. കൂടാതെ അതിൻ്റെ മേൽക്കൂര മൊത്തം അതിൻ്റെ ഇവിടെ കുടച്ചുകൂടിയിരിക്കേണ്ട അവസ്ഥയാണ് മഴയത്ത്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇവിടുത്തെ അധികാരികൾ, ടൗണിലെ കൗൺസിലറും ഇവിടുത്തെ അധികാരികൾ, മുനിസിപ്പൽ കൗൺസിലർമാരും ഇതൊന്നും കാണാതെ ഈ ജനങ്ങളെ ഒരു ദുരിതത്തിലാക്കി ഈ വീണ് ദുരിതം ഉണ്ടായതിനു ശേഷം അത് പരിഹരിക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പല പൗരസമിതിക്ക് പറയാനുള്ള ഇത് എത്രയും വേഗം പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നാണ് പല പൗരസമിതി ആവശ്യപ്പെടുന്നത്.